അതാമ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഫ്രഞ്ച് തന്നു. കെട്ടിപ്പിടിച്ചിട്ട് രാജ്യം മുഴുവൻ നിനക്ക് എഴുതി തന്നോ? അയ്യോ, ഫ്രഞ്ച് രാജ്യമല്ല, ലിപ് ലോക്ക്. അങ്ങനെ പറഞ്ഞ എന്തുവാ? പച്ചാട്ടനെയും മഞ്ജുഷയും കൂടെ കഴിഞ്ഞ ദിവസം പൊന്തക്കാടിന്റെ പുറകിൽ നിന്ന് പിള്ളേർ പിടിച്ചപ്പോ ചെയ്ത സംഭവം അത് തന്നെ. ഫ്രണ്ട് വീണ്ടും പറയണ്, ഇത് കാടാണ്, നീ ഒറ്റയ്ക്ക് വല്ല നിന്നെ ഞാൻ നശിപ്പിക്കുമെന്ന്. അങ്ങനെ പറഞ്ഞവരെ സൂക്ഷിക്കണം. അവര് പറഞ്ഞ പോലെ ചെയ്യും. ഇല്ല, പറഞ്ഞ വാക്കിന് വില അറിയാത്തവന്മാരാണ്. ഞാൻ ഒരാഴ്ച അവന്മാരെ കാത്തിരുന്ന് കള്ള പട്ടികൾ വന്നില്ല. ആരെ മാല മോട്ടിച്ചെന്നും പറഞ്ഞ് നാട്ടുകാരും വീട്ടുകാരും ഒരുപാട് എന്നെ ഉപദ്രവിച്ച്. ഞാൻ അങ്ങനെ ചെയ്യോ? ഇല്ല, നിരപരാധിയാ ഞാൻ. അവസാനം ഗതികെട്ട് ആ മാല പണയം വെച്ച് നേരെ ബോംബെ പോയി. മോട്ടിക്കാത്ത ചേച്ചി മാല പണയം വെച്ച് ബോംബെ പോയി. എന്നിട്ട് കുണ്ടി കാണി ഉണ്ടെന്ന്. അയ്യോ, അത് രണ്ട് ആണി ഇരുന്നായിരിക്കും, അതുകൊണ്ടാ. ഓ, എന്റെ അനുവാദം ഇല്ലാതെ നിനക്ക് ഇവിടെ കയറി താമസിക്കാൻ പറ്റുമോ? അയ്യോ, നിന്റെ അനുവാദം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ കയറി എങ്ങനെ താമസിക്കാനാ? കർപ്പൂരത്തി വരെ മായമാണ് അല്ലേ കാർത്തികേട്ടാ? ഞാൻ അങ്ങനെയൊന്നും ഇല്ല. ഞാൻ എന്ത് മണ്ടത്തരം ഉപമയേറ്റി പറഞ്ഞാലും ഉടനെ തലയാട്ടി ചിരിക്കാൻ വേണ്ടി നിൽക്കുക. ചേട്ടന്റെ ഈ തലയാട്ടലും കൊണ്ട് കേരളത്തിൽ കർപ്പൂരം പൊടിച്ചുണ്ടാക്കുന്ന വന്നൊരു പന്നി ഒരു കുത്തും ഒരു കടി പാവൽക്കാൻ ചവച്ചെടുത്തോണ്ട് പോണക്കല്ലേ പന്നി എന്റെ ചന്തിയും കൊണ്ടുപോയി. പുറത്തേക്ക് വലിച്ചൊട്ടു കെട്ടിപ്പിടിച്ചതെന്ന ത്രേസി അമ്മയും പത്രോസിനെയും കാറിന്റെ അടിയിൽ കിടന്ന് എന്നെ ആരുടെ അടുത്ത് JCB അടിയിലിട്ടത് ആളായിരുന്നോ? എന്നിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുവരുന്ന കൃത്യ സമയത്ത് കുറെ പെമ്പിള്ളേർ എന്റെ മൂഡ് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ എഴുതുന്നു. ഈ പന്നി എന്തെങ്കിലും എടുത്ത് നിന്റെ ചന്തിയിൽ ഒട്ടിച്ചാ? വേണ്ട, നിന്നോളാം. തനിച്ചുള്ളൂ. അവരെയൊക്കെ വിളിക്കണോ? വേണ്ട, എന്താ പറയാ? ആരാ അത്? ഗോപൻ കുണ്ട. ഗോതമ്പുണ്ടയോ? ഗോതമ്പുണ്ടല്ല, ഗോപൻ കുണ്ട. ഞാൻ തോട്ടത്തിൽ തോമ്മി. നീ തോട്ടത്തിൽ തുമ്മുവോ മുറ്റത്തും ഉള്ളൂ, അതെനിക്ക് വിഷയമല്ല. പറഞ്ഞു വന്നത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തുന്ന വ്യക്തി ആരെന്ന് സാബുണ്ണ അറിയോ? അയ്യോ, ആരോടാ? അംബാനിയോടാണല്ലോ ഞാൻ ജിയോ സിം അറിയാമെന്ന് ചോദിക്കുന്നത്. ഡോക്ടർ വന്നിട്ട് പറയണം, ഇതും കൂടെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ നിങ്ങൾ ഡോക്ടറാണ്. നീ പെമ്പിള്ളേടുത്ത്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ഡോക്ടറേറ്റിന് പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എന്റെ ചന്തിക്കകത്തുണ്ടായി. ആർക്കും പേടിയായിരുന്നു. ബോംബെ പോയാൽ വഴിതെറ്റി പോവോന്ന്. ഞാൻ വഴിതെറ്റി പോവില്ലെന്ന് പറഞ്ഞ ഒരാള് മാത്രമേ ഉള്ളൂ, വിഷ്ണു ഗോപാല്. എവിടെ വെച്ച് പറഞ്ഞ? അശോക ലോഡ്ജി വെച്ച് പറഞ്ഞു. അപ്പൊ കറക്റ്റാ. അങ്ങനെ ഏതാ എന്തെങ്കിലും ഒന്ന് ചോദിക്കും മാഷേ. ചോദിക്ക തന്നെ മാരീഡാണോ? അല്ല. ടെൻഷൻ കൊണ്ടാ, സോറി. എനിക്ക് മണ്ടനാണ്. അല്ലെങ്കിൽ നിന്റെ ചന്തിയുടെ സെൽഫി എടുത്ത് പഠിച്ചിരുന്നെങ്കിൽ നിനക്ക് ഡോക്ടർ എന്തൊരു മണ്ടനടാ. നിനക്ക് എന്നെ കുറിച്ച് അറിയാൻ പറ്റിട്ടാ? നീ നാഗാലാൻഡ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, അവിടെ പോയിട്ടുണ്ട്. 4-5 റൈഡ് കയറിയത് കേട്ടോ. അത് വീഗാലാൻഡ്, ഇത് നാഗാലാൻഡ്. അതിഭയങ്കരമായ നാഗന്മാരുള്ള ഫിഗർ ചെയ്ത് അമ്മ സത്യമായിട്ട് ഞാൻ പറയട്ടാ, തനിപ്പുലി അങ്ങനെ കാട്ടി പോയി പിടിച്ച് മയിലിനെ പിടിച്ച് അല്ല, ഫോറസ്റ്റുകാർ അച്ഛനെ പിടിച്ച് നേരെ മയക്കുപൊടിയും വെച്ച് മൃഗശാലയിൽ ഒരു കൂട്ടി കൊണ്ടിട്ട് അവ ഇപ്പൊ വലിയൊരു ഹോട്ടലിലാണ് പണിക്ക് പോയത്. കേറി എന്റെ പിറ്റേ ദിവസം അവിടെ നിന്ന് പറഞ്ഞു വിട്ടത് സ്വിമ്മിംഗ് പൂളിലെ വെള്ളം മണ്ണെണ്ണെന്നും പറഞ്ഞ് ഒരു കന്നാസ് കൊണ്ടുവന്ന് എനിക്ക് ഇപ്പൊ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അതെന്ത്? സ്വന്തം അച്ഛനെ കാണണമെങ്കിൽ 30 രൂപ ടിക്കറ്റ് എടുത്ത് കാണണം. ഏത് ഗംഗയിലെ യമുനയിലെ ഒഴിക്കാലും ഇത് കറങ്ങി തിരിഞ്ഞ് അവസാനം ഒഴുകി പഞ്ചായത്ത് കുളത്തിൽ പെണ്ണുങ്ങളെ കുളിക്കുന്ന കളവിലെത്തും. ഇത് അങ്ങനത്തെ അസ്ഥിയാണ്. അപ്പന്റെ സ്വഭാവം എനിക്കറിയാവും. ഇപ്പോഴത്തെ കർപ്പൂരത്തിനൊക്കെ പഴയ ക്വാളിറ്റി ഉണ്ടെന്നാണോ നസീർക്ക?
അല്ല നസീറൊക്കെ ബുദ്ധിയുണ്ട്. കാർത്തിച്ചാണോന്നും വിചാരിക്കരുത്. അവിടെ അടിക്കാൻ ബസർ ഉണ്ടായിരുന്നെങ്കിൽ ചേട്ടനും ഇല്ലാത്തൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ